കലവൂർ സുഭദ്ര കൊലക്കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ കൊലപാതകം നടന്ന കൊർത്തശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പിനായി എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, പ്രതികളെ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ് ഉടുപ്പിയിലും എത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക? തെളിവെടുപ്പ് എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. അതിക്രൂരമായി വയോധികയെ എറണാകുളത്ത് നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ആലപ്പുഴയിൽ എത്തിച്ച് സ്വർണം കവരാനായി നെഞ്ചിൽ ചവിട്ടിയും വാരിയല് പൊട്ടിച്ചും കൊലപ്പെടുത്തിയ കേസിലെ ദമ്പതികളായ പ്രതികൾ ഒന്നാം പ്രതി ഷർമിള, ഭർത്താവ് മാത്യൂസ് എന്നിവരാണ് ഇപ്പോൾ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന മൃതദേഹം കുഴിച്ചിട്ട കൊർത്തശ്ശേരിയിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. ഇവിടെ തെളിവെടുപ്പ് നടത്തും. മൂന്നാം പ്രതി റെയ്നോൾഡ്സിനെ കസ്റ്റഡി അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ല. ഇന്ന് തെളിവെടുപ്പ് ഇവിടെ പൂർത്തിയായതിനു ശേഷം ഇവർ താമസിച്ച് ഉടുപ്പിയിലെത്തും. മനീഷ്, എന്താണ് വിവരങ്ങൾ? തെളിവെടുപ്പ് തുടങ്ങാറായോ? സുഹേൽ, ഇപ്പോഴാണ് കലവൂർ കോർത്തശ്ശേരിയിലെ മാത്യൂസ് വാടകയ്ക്ക് താമസിച്ച ഈ വീട്ടിലേക്ക് ഒന്നാം പ്രതി ഷർമിളയെയും എത്തിച്ചത്. 1 മാസം നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വരെ പോലീസ് പിടികൂടി. പക്ഷേ പോലീസിന് ഈ കേസിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് ഈ തെളിവെടുപ്പാണ്. കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളായ ദമ്പതികൾ ഒന്നാം പ്രതി ഷർമിള, രണ്ടാം പ്രതി മാത്യൂസ് എന്നിവരെ കൊലപാതകം നടന്ന കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. ഈ വീട്ടിൽ വെച്ചായിരുന്നു അതിക്രൂരമായി സുഭദ്രയെ കൊന്നത്. അതിനുശേഷം വലിയ ആഴത്തിൽ കുഴിയെടുത്ത് അവിടെ കുഴിച്ചുമൂടി. 1 മാസത്തിന് ശേഷമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തുന്ന 1 മാസം നീണ്ട ദീർഘ ഒളിവ് കാലം ഉടുപ്പിയിലും കൊച്ചിയിലുമായി ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ സടപടയെന്ന് അവരെ പിടികൂടിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടുന്നു. ഇപ്പോൾ 8 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അവർക്ക് അനുവദിച്ചിരിക്കുന്നത്. 8 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ കോർത്തശ്ശേരി വാടക വീട്ടിലെത്തിച്ചും തുടർന്ന് ഇവർ ഒളിവിൽ കഴിഞ്ഞ് ഉടുപ്പിയിൽ എത്തിച്ചടക്കം തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ അവർ അവിടെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെളിവെടുപ്പ് ഉടൻ തന്നെ തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ പോലീസിന് അവിടെ അറിയേണ്ടതുണ്ട്. ഈ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കൊലപാതകത്തിലാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു കൊലപാതകം, മറ്റെന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കാനാകുമോ, കുഴിയെടുത്ത ഇടമടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തും. മനീഷ്, വിവരങ്ങൾ. സുഹേൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ മാത്യൂസിനെയാണ് നമുക്ക് കാണുന്നത്. മാത്യൂസിനെ ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുന്ന ഈ കോർത്തശ്ശേരിയിലെ കുഴിക്ക് സമീപം മാത്യൂസിനെ എത്തിച്ചിട്ടുണ്ട്. ഷർമിള ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല. വാഹനത്തിനുള്ളിൽ തന്നെയാണ് ഷർമിള ഉള്ളത്. ഈ സ്ഥലത്തേക്ക് നിലവിൽ എത്തിച്ചിട്ടില്ല. പോലീസിന് ഈ കൊലപാതകത്തിൽ പ്രധാനമായും ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ ഷാൾ ഉപയോഗിച്ചാണ് ഈ സുഭദ്രയെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയത്. പിന്നീട് നെഞ്ചിൽ ചവിട്ടിയപ്പോൾ രക്തം വന്നതായി പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തണം, സുഭദ്രയുടെ ബാഗ് കണ്ടെത്തണം, സുഭദ്ര കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, അത് ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ എവിടെ ഉപേക്ഷിച്ചു എന്നടക്കം പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സുഭദ്ര ഉപയോഗിച്ച മൊബൈൽ ഫോൺ, ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാനും 2 ദിവസങ്ങൾക്ക് മുൻപ് സ്വിച്ച് ഓഫ് ആയ നിലയിൽ കാണപ്പെട്ട ഇരുന്ന മൊബൈൽ ഫോൺ എവിടെയാണ് കളഞ്ഞതെന്ന് കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. അത് അരൂരിൽ ആറ്റിൽ കളഞ്ഞു എന്ന രീതിയിൽ പ്രതികൾ ആദ്യം മൊഴി പറഞ്ഞു, പിന്നീട് മാറ്റിപ്പോയി. അത്തരം മൊഴികളൊന്നും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ, ഒപ്പം തന്നെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധു ബാബു എന്നിവരോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. കൊല നടത്തുന്നതിന് ശേഷം ഇവരെ മറവ് ചെയ്യാൻ വേണ്ടി കുഴിയെടുത്തത് എങ്ങനെ, എപ്പോഴാണ്, ആരെ കൊണ്ട് കുഴിയെടുപ്പിച്ചു, എന്തായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മാത്യൂസ് വിശദീകരിക്കുകയാണ്. പക്ഷെ ഷർമിള നിലവിൽ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമുക്കറിയാം, നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടായത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 4-ാം തീയതി സുഭദ്രയെ കാണാതാകുന്നു. സ്വദേശി സുഭദ്രയെ കാണാതാകുന്നു. പിന്നീട് 7-ാം തീയതിയാണ് കൊല നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഓഗസ്റ്റ് മാസം 7-ാം തീയതി കൊല നടത്തുന്നത്. പിന്നീട് ആ കൊലപാതകത്തിന്റെ ചുരു കഴിഞ്ഞത് സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്. മണ്ണഞ്ചേരി പോലീസിന്റെ മികച്ച അന്വേഷണത്തിലായിരുന്നു ഒരു തിരോധാനം മാത്രമായിരുന്ന ഒരു സുഭദ്രയുടെ കേസ് പിന്നീട് അവരെ കൊന്നു കുഴിച്ചു മൂടി എന്ന് നാട് ഞെട്ടലോടെ കേട്ടത്. അത് ആദ്യം ഈ കേസ് അന്വേഷിച്ചത് കടവന്ത്ര പോലീസാണ്. കടവന്ത്ര പോലീസ് അവസാനം വരെയും അതൊരു തിരോധാന കേസ് എന്ന രീതിയിൽ മാറ്റി. പിന്നീട് അത് പോലീസിന് കൈമാറുന്നു. മണ്ണഞ്ചേരി പോലീസിന് കൈമാറി 6-ാം ദിവസം തന്നെ പ്രതികളെ പിടികൂടുന്ന രീതിയിലേക്ക് എത്തി. 3-ാം ദിവസം തന്നെ ഈ കോർത്തശ്ശേരിയിലെ വീട്ടിൽ നിന്നും സുഭദ്രയുടെ മൃതദേഹം കുഴിച്ചു മൂടിയ നിലയിൽ കാണപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെടുത്തു. ഇനി പ്രതികൾക്ക് ഏറെ നിർണായകം 1 മാസം നീണ്ട ഒളിവ് ജീവിതത്തിൽ ഇവർ കളഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവുന്ന തെളിവുകളൊക്കെ തന്നെ എടുക്കുക പോലീസിനെ സംബന്ധിച്ച് സങ്കീർണമാണ്. ഇതിൽ ഇനി അടുത്ത ഘട്ടം, അതായത് ഈ 2 പേരെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇനി ഉടുപ്പിയിൽ, ഇവർ ഏറെ സമയം ഒളിവിൽ കഴിഞ്ഞ ഒരു സ്ഥലമാണ് ഉടുപ്പി. ഈ ഷർമിള വർഷങ്ങളോളം താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിലായിരുന്നു ദിവസങ്ങളോളം താമസിച്ചത്. അവിടെ സ്വർണം വിറ്റിട്ടുണ്ട്. ഈ സുഭദ്രയുടെ
സ്വർണ്ണാഭരണങ്ങൾ വിറ്റ സ്ഥലങ്ങളിൽ ഒന്ന് ഉടുപ്പിയാണ്. അപ്പൊ ഉടുപ്പിയിലേക്ക് എത്തിക്കണം. രാത്രിയോടുകൂടി തന്നെ ഉടുപ്പിയിൽ എത്തിക്കും. ശേഷം നാളെ തന്നെ തിരികെ കൊണ്ടുവന്ന് പിന്നീട് ഇവർ ഒളിവിൽ കഴിഞ്ഞ മറ്റു സ്ഥലം എറണാകുളമാണ്. എറണാകുളത്ത് അതായത് പോലീസിനെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് ഈ സംഭവം ഈ പുറലോകം അറിഞ്ഞ സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്. അതുവരെയും ഇവർ എറണാകുളത്ത്. കലൂർ സുഭദ്ര കേസിൽ പ്രതികളായ ശർമിളയെയും മാത്യൂസിനെയും അവർ താമസിച്ച കൊലകൃത്യം നടത്തിയ കുഴിച്ചുമൂടിയ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരുമിച്ചല്ല തെളിവെടുപ്പ്. ഇപ്പോൾ ശർമിളയെ വാഹനത്തിലിരുത്തി മാത്യൂസിനെ കൊണ്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ മൃതദേഹം കണ്ടെത്തിയ വേസ്റ്റ് മൂടാനാണെന്ന് പറഞ്ഞെടുത്ത കുഴിയിലായിരുന്നു സുഭദ്രയെ കൊന്ന് കുഴിച്ചു മൂടിയത്. ആ കുഴിക്ക് സമീപം ഇപ്പോൾ മാത്യൂസിനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പിന്നാമ്പുറത്തെ വാതിലൂടെ വീട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് തെളിവുകൾ ഇനിയും പഴുതുകളില്ലാതെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ നടത്തിയ കൊലപാതകമാണ്, മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ സങ്കീർണതകൾ ഏറെ ഒരു കൊലക്കേസ് കൂടിയാണ്. ഈ കേസിൽ ഒരു പ്രതി കൂടിയുണ്ട്, റെയ്നോൾഡ്സ് എന്ന പ്രതി കൂടിയുണ്ട്. കൃത്യം നിലവിൽ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ സ്വർണം കവരാനായിരുന്നു കൊലപാതകം. മൂന്നാം പ്രതി റെയ്നോൾഡ്സിന് ഇതിൽ കൃത്യത്തിൽ, അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. പക്ഷേ സ്വർണം കവരാനായ പ്രതികൾക്ക് സുഭദ്രയെ മയക്കിക്കിടത്താൻ മയക്കുഗുളിക എത്തിച്ചത് മൂന്നാമത് റെയ്നോൾഡ്സ് ആണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ മനീഷ് വീണ്ടും ചേർത്ത്. മനീഷ്, റെയ്നോൾഡ്സിന് കസ്റ്റഡി അപേക്ഷ നൽകണം. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ കണ്ടതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ മാത്യൂസിനെ വീടിനുള്ളിലേക്ക് കയറ്റി തെളിവെടുപ്പ് തുടരുകയാണ് അല്ലേ? സുഹേൽ, നമുക്ക് നിലവിൽ ദൃശ്യങ്ങളിൽ ശർമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അകത്താണ് മാത്യൂസിനെ കൊണ്ട് വിശദീകരിക്കുകയാണ് എങ്ങനെ ഈ കൊലപാതകം നടത്തി, കൊലപാതകത്തിന് ശേഷം പിന്നീട് എങ്ങനെ മറവ് ചെയ്തു, എങ്ങനെയാണ് ഇത് കൊലപാതകത്തിന്റെ പദ്ധതി, അതടക്കമുള്ള കാര്യങ്ങൾ. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം പ്രധാനം ഈ കോടതിയിലടക്കം ഇവർ പ്രതികളാണെന്ന് സമർത്ഥിക്കാൻ ഈ തെളിവുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ തെളിവുകളും ചോർന്നു പോകാതെ കൃത്യമായി അത് പ്രതികളിൽ നിന്നും അത് സത്യസന്ധമായി തന്നെ അവരുടെ മൊഴികൾ സത്യസന്ധമാണെന്ന് സാധൂകരിക്കുന്നത് തെളിവെടുപ്പിൽ കൂടെ. അവർ പറഞ്ഞത്, അതായത് ഈ കേസിൽ പല ഘട്ടങ്ങളിൽ ചില പ്രതികൾ മൊഴി മാറ്റിയിട്ടുണ്ട്. കൊലപാതക കുറ്റം ആദ്യം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അതിൽ പല രീതിയിലും ഇവർ കളവ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മൊഴികൾ മാറ്റിയിട്ടുണ്ട്. അത്തരം മൊഴികളെ സാധൂകരിക്കുന്നത് തെളിവെടുപ്പിനെത്തി നേരിട്ട് തന്നെ അന്വേഷിച്ച് നേരിട്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മാത്രമായിരിക്കും ആ തെളിവിന് ഒപ്പം തന്നെ മൊഴികൾക്കും തമ്മിൽ ബന്ധമുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിൽ ഈ കൊലപാതകം നടന്ന കോർത്തശ്ശേരിയിലെ വാടക വീട്ടിൽ മാത്യൂസിന് ഒന്നാം പ്രതി ശർമിളയെ, രണ്ടാം പ്രതി മാത്യൂസിനെ എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി മൂന്നാം പ്രതി റെയ്നോൾഡ് ആണ് ഉറക്ക ഗുളിക നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചതും സഹായിച്ചതും. ഇയാൾക്ക് കൊലപാതകത്തെ പറ്റി അറിയില്ലായിരുന്നു. പിന്നീട് കൊലപാതക ശേഷവും ഇയാളോട് പറഞ്ഞത് സുഭദ്ര വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കൊലപാതകവുമായി കൃത്യമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി ഈ കൊലപാതകത്തെ സഹായിച്ച ആളാണ്, മൂന്നാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പിന്നീട് മതി, അയാൾക്ക് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകി പിന്നീട് തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോർത്തശ്ശേരിയിലെ ജനങ്ങൾ ഈ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. മാത്യൂസ് ഇവിടെ ഈ കോർത്തശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള കാട്ടൂരിലാണ്, മത്സ്യത്തൊഴിലാളിയാണ് മാത്യൂസ് വാടകയ്ക്ക് താമസിക്കുന്നു. ശർമിളയുമായി 3-4 വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിച്ച ശേഷം ഇവിടെ എത്തി താമസിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതായി നാട്ടുകാർ ഞെട്ടലോടെ മാത്രമാണ് പിന്നീട് കേട്ടത്. അങ്ങനെ ഈ തെളിവെടുപ്പിന് വേണ്ടി ഇവരെ എത്തിക്കുന്ന ഘട്ടത്തിൽ സുഭദ്ര കൊലക്കേസിൽ പ്രതികളെ സ്ഥലത്ത് വെച്ച് തെളിവെടുപ്പ് തുടരുകയാണ്. മനീഷ് മഹിവാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.